അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെവൻ സിസ്റ്റേഴ്സ് നാഷണൽ പാർക്കിലേക്കാണ്. അതിമനോഹരമായ സെവൻ സിസ്റ്റേഴ്സ് നാഷണൽ പാർക്ക്. ഇവിടെയുള്ള ഇംഗ്ലീഷുകാരെല്ലാം സമ്മർ ടൈമിൽ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. കുറച്ചധികം നടക്കാനുണ്ട്. 7 മലകൾ ചേർന്ന് ഉള്ള ഒരു ഇതായതുകൊണ്ടാണ് സെവൻ സിസ്റ്റേഴ്സ് എന്ന് ഇതിന് പേര് വന്നത്. കുറച്ചധികം നടക്കുമ്പം അതിൻ്റെ ഈ 7 മലകളുടെ ഇടയിലൂടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. അത് ചെന്ന് വീഴുന്നത് ഒരു കടലിലേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് ഏതായാലും പോവാം. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ്. ആമി പേ ഒക്കെ ചെയ്തു. ആമി ഭയങ്കര ഹാപ്പിയാണ്. വിന്റർ ടൈമിൽ പുറത്തൊന്നും ഇറങ്ങാതെ തന്നെ വളരെയധികം ബോറടിച്ചിരുന്നപ്പം ഇപ്പം സമ്മർ ടൈം തുടങ്ങിയല്ലോ, അതുകൊണ്ട് അവൾ അതിൻ്റെ ആകെപ്പാടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ആ ഒരു റിവർ കണ്ടോ? ആ റിവർ വന്ന് ഈ കടലിലോട്ടാണ് എത്തുന്നത്. അതിന് സമാപനം ഇതാണ് നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് നാഷണൽ പാർക്ക്. ഇവിടെ നമുക്കൊരു ക്ലിഫുണ്ട്. നമുക്ക് ഇത് ബീച്ചിന്റെ വ്യൂ എല്ലാം നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് പാടാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഒരു ഈവനിങ്, ഒരു ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ അത്യാവശ്യം ഫുഡും വെള്ളമെല്ലാം ആയിട്ട് വരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ കടല്. കുറച്ചുകൂടെ സമ്മർ, ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് കടല് കുറച്ചുകൂടെ ശാന്തമാകും. അന്നേരമാണ് കുറച്ചുകൂടെ രസം ഇവിടെ വരുമ്പോൾ. ആ ഒരു ടൈമില് ഫിഷിംഗ് ഒക്കെ നന്നായിട്ട് നമുക്ക് ഫിഷിങ്ങിനൊക്കെ വരാം. ഫിഷിംഗ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ട് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ. സ്കൂൾ വെക്കേഷൻ കാരണം ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട്. ഭയങ്കര കാറ്റാണ് ഗൈസ്. ഒരു രക്ഷയില്ലാണ്ട് വീഡിയോ പിടിക്കാനൊക്കെ. ജോസൂട്ടി ഏതായാലും കടലിൽ പോയി കൈ വയ്ക്കുന്ന കഴിഞ്ഞ് ഞാൻ പോരുന്ന വഴിയിൽ ചെറുതായിട്ട് ചെളിയിലൊന്ന് വീണായിരുന്നു. നല്ല നമ്മുടെ മേത്തൊന്നും ചെളി പറ്റില്ല. സാധാരണ ബീച്ചിലൊക്കെ പോകുമ്പോൾ പൊടിമണലൊക്കെ നമ്മുടെ മേത്തേക്കൂടെ ആവും. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇവിടെയുള്ള എല്ലാ ബീച്ചിലും ഈ ഒരു മുരളങ്കല്ലാട്ടോ. സാൻഡുള്ള ബീച്ചുകളും ഉണ്ട്, പക്ഷെ അത് അങ്ങ് നോർത്തിലോട്ടൊക്കെയാണ്. വെക്കേഷൻ ടൈമിൽ ഭയങ്കര ബോറിംഗ് ആന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ വന്നത്. ഇവിടെ വന്ന് ഇപ്പോൾ അവളും മടുത്തു. ഒക്കെ പേടിയാവുകയാണ്. കാരണം ഈ ഒരു മൗണ്ടൻ കയറാൻ ഇച്ചിരി പാടായിരുന്നു. സണ്ണി ഡേ ആയത് കാരണമാണ് ഞങ്ങൾ വന്നത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. മെയിനായിട്ട് മൗണ്ടൻ ട്രക്കിങ്ങിന് വന്നിരിക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. ജോസൂട്ടിക്ക് പിന്നെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനും അമ്മയും കുറച്ച് മടിയാണ്.
ഞങ്ങൾക്കിങ്ങനെ നടക്കാനൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ആമി ആകെപ്പാടെ കുണുങ്ങിയിരിക്കുന്നത്, എന്നെ കൊണ്ട് വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് അവർ തമ്മിൽ പറയുന്നത്. അല്ല ദൂരേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. ഈ കാണുന്ന റിവർ നമ്മൾ ദൂരേന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. വളഞ്ഞ് പൊളഞ്ഞാണ് പോകുന്നത്. നേരല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു റിവർ കാണുന്നത് തന്നെ കേട്ടോ. ഈ റിവർ ചെന്ന് ചാടുന്നത് കടലിലേക്കാണ്. ഞാൻ കാണിച്ചത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെവൻ മൗണ്ടൻസ് കൂടുന്നതിനാണ് സെവൻ സിസ്റ്റേഴ്സ് പാർക്ക് എന്നുള്ള പേര് വന്നത്. ഈ മൗണ്ടൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു ബീച്ച്, ഒരു ചെറിയൊരു ബീച്ച് കൂടി ഉണ്ട്. നമുക്ക് അവിടെയും പോയി എൻജോയ് ചെയ്യാം. പിന്നെ നമുക്കിത് അങ്ങ് ദൂരേക്ക് നോക്കി കുറേ ആടുകളൊക്കെ അവിടെ. ഫാം ഹൗസ് ആണ്. കാറ്റാണ്. നടക്കാം.
കയറിക്കൂടി. വലുതാകുമ്പം എൻ്റെ കൊച്ചിന് എനിക്ക് IPS ആമി തിരിഞ്ഞിപ്പിച്ചോട്ട് കയറും. തിരിയ അവിടുന്ന് മൊത്തത്തിൽ തിരി ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് ചവിട്ടും. ഈ കയറിൽ ചവിട്ടി ഈ കയറിൽ. ആ എന്നിട്ട് അങ്ങോട്ട് തിരിക അപ്പുറത്തോട്ട് തിരിഞ്ഞിട്ട്